ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഞാനിന്ന് ദോശയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ചട്നി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് മല്ലിയിലയും തേങ്ങയും കൊണ്ടൊരു ചട്നി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പം നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പരിപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്നും ഒരു ടീസ്പൂണ് പൊട്ടുകടല ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3-4 വെളുത്തുള്ളിയും 2 കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നും കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്കമുളക് ഒരു 2-3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നിടം വരെ വഴറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളതിൻ്റെ കൂടെ 2 കൈ ഫുള്ള് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ്. മല്ലിയിലയാണ് ഈ ചട്നിക്ക് ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഫുള്ള് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. ഇനി അത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരിദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ദോശ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് സാധാ എണ്ണയില്ലാത്ത ദോശയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് നമ്മൾ ദോശ പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ദോശ ഞാനിവിടെ ഏകദേശം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ എണ്ണ ഒന്നിങ്ങനെ തൂവി കൊടുത്തുകൊണ്ട് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ കുട്ടികൾക്ക് മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അവർക്ക് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചട്നിയുടെ മിക്സ്ചർ ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്കതൊന്ന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് മല്ലിയില കൂട്ട് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ദോശയും കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് പോവാം. പിന്നെ ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർക്കണം. അതായത് ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് കടുക് വറുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശകളും കൂടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ചട്നി നമുക്ക് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, പൊറോട്ടയ്ക്ക് നല്ലതാണ്. പിന്നെ ചപ്പാത്തിക്ക് നല്ലതാണ്. കുറച്ച് കട്ടി കുറച്ചെടുത്താൽ മതി. കൂട്ട് ചട്നി പോലെ ആക്കിയെടുത്താൽ മതി. പിന്നെ ഇടിയപ്പത്തിന് ഉപയോഗിക്കാം, പത്തിരിക്ക് ഉപയോഗിക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ചട്നിക്ക്. പിന്നെ മല്ലിയില ഉള്ളത് കൊണ്ട് നല്ല രസമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കിനി നമ്മുടെ ചട്നി കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് കടുകും പിന്നെ കറിവേപ്പിലൊക്കെ ഇടുക. പിന്നെ ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. പിന്നെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാവരും അവരവരുടെ ഉപ്പിനനുസരിച്ചുള്ള ഉപ്പിടുക. അപ്പോൾ ഏകദേശം നമ്മുടെ ചട്നി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്കി ദോശകളും റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.